ഇത്തവണ IPL ആരംഭിക്കുമ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു സാംസണിൻ്റെ പ്രകടനം കാണാനാണ്. എന്നാൽ 3 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും സഞ്ജുവിനോ ടീമിനോ പ്രതീക്ഷിച്ച പ്രകടനത്തിലേക്ക് എത്താനായിട്ടില്ല. സീസണിൽ ഏറ്റവും നിരാശപ്പെടുന്ന ടീമിലൊന്നായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിലും തോറ്റ CSK നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. സഞ്ജു സാംസണെ ഉൾപ്പെടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ലെന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം. തൊട്ടതെല്ലാം പിഴക്കുന്ന സീസണായി IPL 19 പതിപ്പ് ചെന്നൈക്ക് മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദിനും പരിശീലകൻ എന്ന നിലയിൽ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനും കാര്യമൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. MS ധോണി എന്ന ഇതിഹാസ താരം CSKയിലേക്ക് തിരിച്ചെത്തിയാൽ CSKയുടെ പ്രശ്നങ്ങൾ തീരുമോ? CSKയ്ക്ക് വിജയ വഴിയിലെത്താൻ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇത്തവണയും നയിക്കുന്നത് ഋതുരാജ് ഗെയ്ക്വാദാണ്. MS ധോണി നായകസ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിന്നാലെ എത്തിയ രവീന്ദ്ര ജഡേജയ്ക്ക് ടീമിനെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജഡേജയ്ക്ക് പകരം ഋതുരാജിനെ CSK നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഋതുരാജിന് കീഴിൽ CSKയ്ക്ക് പ്രതീക്ഷ മുന്നേറ്റം നടത്താനാവുന്നില്ല. CSK സഞ്ജു സാംസണെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഋതുരാജിനേക്കാൾ തന്ത്രശാലിയായ ക്യാപ്റ്റനാണ് സഞ്ജു. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും സഞ്ജുവിന് സവിശേഷമായ കഴിവാണുള്ളത്. അതുകൊണ്ട് തന്നെ ഋതുരാജിന് പകരം സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കേണ്ടത് CSKയെ സംബന്ധിച്ച് തിരിച്ചറിവ് നടത്താൻ അത്യാവശ്യമാണ്. CSKയുടെ പ്ലേയിങ് ലെവലിൽ ചില മാറ്റങ്ങളും അനിവാര്യമാണ്. 14.2 കോടിക്ക് ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മയെ ഇനിയും പരിഗണിക്കേണ്ട ആവശ്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ CSKയ്ക്ക് തുടർ ജയങ്ങളാണ് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ കാർത്തിക്കിന് പകരം ഉർവിൽ പട്ടേലിനെ CSK പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. അടിച്ചു തകർത്ത് കളിക്കാൻ ശേഷിയുള്ള ഉർവിലിൻ്റെ മികവ് CSKയ്ക്ക് ഇപ്പോൾ ആവശ്യമാണ്. CSKയുടെ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തുമ്പോഴും ബാറ്റിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ബൗളിംഗ് നിരയിൽ വലിയ പ്രശ്നങ്ങളാണുള്ളത്. CSKയുടെ സ്പിൻ നിരയിലേക്ക് അഖിൽ ഹുസൈൻ വരണം. നൂർ അഹമ്മദ് തല്ലുകൊള്ളുന്ന സാഹചര്യത്തിൽ അഖിൽ ഹുസൈൻ വന്നാൽ പന്ത് കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും ടീമിന് ഉപകാരിയാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് താരത്തെ CSK പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ശ്രേയസ് ഗോപാലിനെ രാഹുൽ ചഹാറിനെ പകരക്കാരനാക്കുന്നതും പരിഗണിക്കേണ്ട വിഷയമാണ്. രാഹുൽ ചഹാറിനേക്കാളും നന്നായി ബാറ്റ് ചെയ്യാൻ ശ്രേയസിന് സാധിക്കും. സ്പെൻസർ ജോൺസൺ പരിക്ക് ഭേദമായി തിരിച്ചെത്തിയാൽ CSKയ്ക്ക് അത് കരുത്താവും. ടീമിനെ പരിക്ക് വേട്ടയാടിയതും സൂപ്പർ താരങ്ങളുടെ മോശം ഫോമെല്ലാം ചെന്നൈക്ക് വലിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ചെന്നൈ നിരയിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന താരങ്ങൾ ആരുമില്ലെന്ന് പറയാം. ടീം പ്രധാനമായും വലിയ പ്രതീക്ഷ അർപ്പിച്ച സഞ്ജു സാംസണാണ് ഏറ്റവും നിരാശപ്പെടുന്നത്. 3 മത്സരത്തിലും ഒറ്റ സംഖ്യയിലാണ് സഞ്ജുവിനും അടക്കം. 6, 7, 9 എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ സ്കോർ. CSK ടോപ്പ് ഓർഡർ കളിക്കാത്തത് ടീമിനെ കാര്യമായി ബാധിക്കുന്ന കാര്യമാണ്. സഞ്ജു സാംസൺ മോശം ഫോമിലാകുന്നത് CSK പിന്നോട്ടടിക്കുമ്പോഴും പിന്തുണ അറിയിക്കുകയാണ് പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗ്. സഞ്ജുവിന് അല്പം കൂടി സമയം നൽകണമെന്നാണ് ഫ്ലെമിംഗ് പറയുന്നത്. അതിൻ്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കുറച്ചധിക കാലം ഒരു ഫ്രാഞ്ചൈസിക്കായി കളിച്ച ശേഷം മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് എത്തി പെട്ടെന്ന് മികവ് കാട്ടുന്നത് ഒട്ടും എളുപ്പമല്ല. ടീമിനൊപ്പം ഒന്ന് ചേർന്ന് വരാൻ അല്പം സമയമെടുക്കും. ഞങ്ങളുടെ ടീമുമായി പൂർണ്ണമായി ഇണങ്ങിച്ചേർന്നുള്ള പ്രക്രിയയിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. ടീം ഇതിനോടകം 5 ഓരോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ടീം മികച്ച കൂട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നു. സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ നായകസ്ഥാനം ഉപേക്ഷിച്ചാണ് CSKയിലേക്ക് എത്തിയത്. 11 മത്സരങ്ങൾ ശേഷിക്കുന്ന CSKയ്ക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ജയിക്കാതെ പ്ലേ ഓഫിലെത്താനാവില്ല. എന്തായാലും ഇനിയുള്ള ഓരോ മത്സരവും CSKയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.